ചെറുവാഹനങ്ങളുടെ യാത്ര ദുഷ്കരമായി. കേരള വിഷൻ ന്യൂസ് ഇടുക്കി. കാട്ടാനയെ പേടിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലപ്പുറം പെരുമ്പത്തൂർ ആലോടിക്കാർ. രാത്രി എത്തിയ ഒറ്റക്കൊമ്പൻ 1/2 ഏക്കറോളം കൃഷിയാണ് നശിപ്പിച്ചത്. ചൂരപ്പാറ സ്വദേശി ശ്രീധരൻ തലനാരിടയ്ക്കാണ് കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാത്രിയിൽ കാട്ടാനയെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലപ്പുറത്തെ ആലോടിക്കാർ. രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ആന നശിപ്പിക്കും. കണ്ണംകുന്നേൽ ഉണ്ണികൃഷ്ണന്റെ കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. തെങ്ങുകളും വാഴകളും ഉൾപ്പെടെ 1/2 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് കാര്യമായിട്ട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഒരു താല്പര്യവും കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ജീവിച്ചു പോണത് എങ്ങനെയാ വെച്ചാൽ ഈ കൃഷി പച്ചക്കറി, അതുപോലെ വാഴ, തെങ്ങ്, കഴുങ്ങ് ഇതൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ ജീവിച്ചു പോകണം. ഈ ജീവിതം വഴിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. കാരാട്ടുതൊടി നാരായണന്റെ വീടിന് മുന്നിലെത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മറയും തകർത്തു. രക്ഷപ്പെട്ടാണ് ഷെഡിന്റെ ഉള്ളിൽ നിന്ന്. ഷെഡിലാണ് കിടക്കണേ. ഒറ്റയാനാണ് കൊമ്പൻ. കുട്ടി പേടിച്ച് ഉള്ളിക്ക് കയറി, ഭയന്ന് കയറി. ഞാൻ വന്നപ്പോ അച്ഛാ പോലി പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് എന്നെ ആക്കണ്. ആ കുട്ടിക്ക് 24 വയസ്സായി. എന്നെ പിടിച്ച് കയറ്റി. അപ്പൊ ഞാൻ വന്ന് എന്ത് ചെയ്തു, അവിടെ വന്നാണ്ട് ഞാൻ തീയിട്ടു. വറകിൽ താണ്ട് ഓലക്കോഴി തീയിട്ടാണ്ട് ഞാൻ ആനെ പഠിപ്പിച്ചാണ്ട് വന്ന് ഒച്ചയിൽ ആനോട് പോയത്. 40ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. കാട്ടാന ശല്യം തടയാൻ വനം വകുപ്പും സർക്കാരും നടപടിയെടുക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. തൃശൂർ ചിറ്റാട്ടുകരയിൽ